सच्चिदानन्दरूपाय विश्वोत्पत्त्यादिहेतवे तापत्रयविनाशाय श्रीकृष्णाय वयं नमः। कृष्णाय वासुदेवाय हरये परमात्मने प्रणतक्लेशनाशाय गोविन्दाय नमो नमः। कृष्णाय वासुदेवाय देवकीनन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः। ഓം നമോ ഭഗവതേ വാസുദേവായ. എല്ലാ സജ്ജനങ്ങൾക്കും വിനീത നമസ്കാരം. ഹരിനാമ കീർത്തന പഠനം നമ്മൾക്ക് തുടരാം. ഹരിനാമ കീർത്തനത്തിൽ 11ാമത്തെ ശ്ലോകം മുതലാണ് ഇനി നമ്മൾക്ക് കാണേണ്ടത്. ഗുരുപരമ്പരയുടെയും എഴുത്തച്ഛൻ്റെയും ഭഗവാന്റെയും പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് നമ്മൾക്ക് ആരംഭിക്കാം. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമ. 11ാമത്തെ ശ്ലോകം. എൻ പാപമൊക്കെ അറിവാൻ ചിത്രഗുപ്തനുടെ സമ്പൂർണ്ണ ലേഖ്യമതു. മറ്റൊരു പാഠഭേദം സമ്പൂർണ്ണ ലിഖ്യതഗിതം. ഏത് വേണമെങ്കിലും ചൊല്ലാവുന്നതാണ്. കേട്ടങ്ങു ധർമ്മപതി. സമ്പൂർണ്ണ ലേഖ്യമതു കേട്ടങ്ങ് ധർമ്മപതി, അല്ലെങ്കിൽ സമ്പൂർണ്ണ ലിഖ്യതഗിതം കേട്ടങ്ങു ധർമ്മപതി. എൻ പക്കലുള്ള ദുരിതം പാർത്തു കാണും അളവമ്പോരുഹാഷ തുണ നാരായണായ നമ. ഇങ്ങനെയാണ് വരികൾ. എൻ പാപമൊക്കെ അറിവാൻ ചിത്രഗുപ്തനുടെ സമ്പൂർണ്ണ ലേഖ്യമതു കേട്ടങ്ങു ധർമ്മപതി. എൻ പക്കലുള്ള ദുരിതം പാർത്തു കാണുവള അമ്പോരുഹാഷ തുണ നാരായണായ നമ. എൻ പാപമൊക്കെ അറിവാൻ ചിത്രഗുപ്തനുടെ സമ്പൂർണ്ണ ലേഖ്യമതു കേട്ടങ്ങു ധർമ്മപതി. എൻ പക്കലുള്ള ദുരിതം പാർത്തു കാണുമള അമ്പോരുഹാഷ തുണ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ. നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമ. എഴുത്തച്ഛൻ 10 വരെയുള്ള ശ്ലോകങ്ങൾ ഓരോന്നിലും അല്ലയോ നാരായണ, ഞാൻ അങ്ങയെ നമസ്കരിക്കുന്നു, അതിനുള്ള കാരണങ്ങൾ പറയുകയാണ് ചെയ്യുന്നത്. അങ്ങ് വിശ്വസ്വരൂപിയാണ്, ഭക്തവത്സലനാണ്. എല്ലാ വിശേഷണങ്ങളും പറഞ്ഞ് ഭഗവാൻ നാരായണ അങ്ങയെ എനിക്ക് നമസ്കരിച്ചു മതിയാകുന്നില്ല. അങ്ങനെ എഴുത്തച്ഛൻ 11ാമത്തെ ശ്ലോകത്തിൽ എന്തൊക്കെ നമസ്കാരങ്ങളാണ് അർപ്പിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നാരായണായ നമ. അല്ലയോ നാരായണ സ്വരൂപ ഭഗവാനെ, അങ്ങയെ ഞാൻ പൂർണ്ണമായും നമസ്കരിക്കുന്നു. എന്തിനു വേണ്ടി? എൻ പാപമൊക്കെ അറിവാൻ. എൻ പാപമൊക്കെ അറിവാൻ, അതായത് എൻ്റെ പാപങ്ങളെല്ലാം അറിയുന്നത്. ആർക്കൊക്കെ അറിയാം? ഞാനും ഈ ജന്മത്തിലോ അല്ലെങ്കിൽ പൂർവ്വജന്മങ്ങളിലൊക്കെ ചെയ്ത പുണ്യപാപങ്ങളുടെ കണക്ക് മുഴുവൻ അറിയുന്ന ആളാണ്
ചിത്രഗുപ്തനും യമധർമ്മരാജാവും. നമ്മളുടെ പുണ്യപാപത്തിൻ്റെ കണക്കനുസരിച്ചാണ് നമ്മൾക്ക് അടുത്ത ജന്മത്തിൻ്റെ ഗതി എന്നാണ് നമ്മളുടെ ശാസ്ത്രവിശ്വാസം. പുരാണങ്ങളിലെല്ലാം പല പല കഥാസന്ദർഭങ്ങളിലായിട്ട് ധർമ്മരാജാവിൻ്റെ കഥയും ചിത്രഗുപ്തൻ്റെ കഥയും എല്ലാം പറയുന്നുണ്ട്. അപ്പോൾ നാം ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് എന്തൊക്കെ കർമ്മങ്ങളാണ് ചെയ്യുന്നത്, ആ കർമ്മം പുണ്യകർമ്മമാണോ പാപകർമ്മമാണോ, അവയ്ക്കനുസരിച്ച് നമ്മളുടെ സദ്ഗതിയും ദുർഗതിയും നിശ്ചയിക്കുന്ന ആളാണ് യമധർമ്മരാജൻ. യമധർമ്മരാജാവിൻ്റെ രാജകൊട്ടാരത്തിൽ ഈ കണക്കുകളൊക്കെ രേഖപ്പെടുത്തുന്ന ആളെയാണ് ചിത്രഗുപ്തൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ജന്മത്തിലെ മാത്രമല്ല, നമ്മൾക്ക് പൂർവപൂർവ ജന്മങ്ങളിലുള്ള സർവ പുണ്യപാപങ്ങളുടെയും കണക്ക് ഇവരുടെ പക്കലുണ്ട് എന്നാണ് നമ്മളുടെ വിശ്വാസം. അപ്പോൾ ഇവിടെ ആ ഒരു കാര്യത്തെയാണ് ഈ പദ്യത്തിലൂടെ ഗ്രന്ഥകർത്താവ് പറയുന്നത്. നമുക്ക് നോക്കാം എന്താണ്. എൻ പാപമൊക്കെ അറിയുവാൻ, എൻ്റെ പാപങ്ങളെല്ലാം അറിയുന്നു. ഇവിടെ പാപം എന്ന് വെച്ചാൽ പാപം മാത്രമല്ല പുണ്യവും. എൻ്റെ പുണ്യപാപങ്ങളെല്ലാം അറിയുന്നത്, ഞാൻ അറിഞ്ഞും അറിയാതെയുമായി ചെയ്തിട്ടുള്ള സർവകർമ്മങ്ങളും അറിയുന്നത് ആർക്കൊക്കെ അറിയാം? ചിത്രഗുപ്തൻ്റെ അടുത്ത് ഇതിൻ്റെ കണക്ക് മുഴുവനുണ്ട്. ചിത്രഗുപ്തൻ എന്താണ് അത് ചെയ്തു വെച്ചിരിക്കുന്നത്? സമ്പൂർണ്ണ ലേഖ്യമതു അല്ലെങ്കിൽ സമ്പൂർണ്ണ ലിഖ്യതകിതം, അതായത് ഈ കുറ്റച്ചാർത്ത്, അതാണ് ലേഖ്യമത്. ഈ സമ്പൂർണമായിട്ടുള്ള പൂർണ്ണ വിവരണം, ഞാൻ എന്തൊക്കെ പുണ്യമാണ് ചെയ്തിരിക്കുന്നത്, എന്തൊക്കെ പാപങ്ങളാണ് ചെയ്തിരിക്കുന്നത്, അതിൻ്റെ ചാർത്ത് മുഴുവൻ, അതിൻ്റെ കണക്ക് മുഴുവൻ ആർക്കറിയാം? ചിത്രഗുപ്തൻ്റെ കൈവശമുണ്ട് എന്ന്. ഇത് കേട്ടിട്ട്, അപ്പോൾ നമ്മളുടെ ശരീരം ഉപേക്ഷിച്ച് കഴിഞ്ഞ് ധർമ്മരാജാവിൻ്റെ ധർമ്മപുരിയിൽ എത്തിക്കഴിഞ്ഞാൽ ചിത്രഗുപ്തൻ നമ്മളുടെ കണക്ക് അവിടെ വെച്ച് വായിക്കും എന്നാണ് പറയുന്നത്. ഈ കണക്കെല്ലാം കേൾക്കുന്നയാളാണ് ധർമ്മപതിയായ യമധർമ്മരാജാവ്. ആ യമധർമ്മരാജാവ് അത് കേട്ടങ്ങു ധർമ്മപതി, എൻ പാപമൊക്കെ അറിവാൻ ചിത്രഗുപ്തനുടെ സമ്പൂർണ്ണ ലേഖ്യമതു കേട്ടങ്ങു ധർമ്മപതി. കേട്ടിട്ട് അപ്പോൾ ചിത്രഗുപ്തൻ ഈ കണക്ക് വായിക്കുകയാണ്. ആ കണക്ക് വായിച്ചിട്ട് അതെല്ലാം ധർമ്മപതി യമധർമ്മരാജാവ് കേട്ടിട്ട്, എന്താണ് യമധർമ്മരാജാവ്? എൻ്റെ മാത്രമല്ല, നിങ്ങളുടെ മാത്രമല്ല, സർവ്വജീവരാശികളുടെയും എല്ലാവരുടെയും ഈ കണക്ക് പുസ്തകം വായിച്ചിട്ട് എന്താ ചെയ്യുന്നത്? എൻ പക്കലുള്ള ദുരിതം പാർത്തു കാണുമല അമ്പൂരു ഹാഷ തുണനാരായണായ നമ. അപ്പോൾ ഈ കണക്ക് വായിച്ചാൽ എനിക്ക് ഒരുപാട് പാപത്തിൻ്റെ കണക്ക് പറയാനുണ്ടായിരിക്കും, പുണ്യത്തിൻ്റെ കണക്ക് പറയാനുണ്ടായിരിക്കും. ഇതിൻ്റെ തോതനുസരിച്ച് ഇനിയും എനിക്ക് ജന്മമെടുക്കേണ്ടതായി വന്നേക്കാം. അതുകൊണ്ട് അല്ലയോ ഭഗവാനെ, എനിക്ക് ഇനി അതിൻ്റെ ആവശ്യമില്ല. എനിക്ക് അങ്ങനെ ഒരു കാര്യം ചിന്തിക്കാൻ പോലും സാധിക്കില്ല. കാരണം മുൻപുള്ള ശ്ലോകങ്ങളിലൊക്കെ നമ്മൾ കണ്ടിരുന്നു, ആ ഗർഭസ്ഥനായി ഇരിക്കുന്നതും അതിൽ നിന്നും പുറത്തേക്ക് വന്നാലുള്ള ദുരിതവും പിന്നെയും ജനന മരണ ചക്രത്തിലൂടെ ഉടലുന്ന ഗതിയെല്ലാം വർണ്ണിച്ച ആളാണ് എഴുത്തച്ഛൻ. അതുകൊണ്ട് ഇനിയും എനിക്കൊരു ജന്മം വേണ്ട. ഇപ്പോൾ ചിത്രഗുപ്തൻ്റെ കയ്യിലുള്ള കണക്കൊക്കെ അവിടെ ഇരുന്നോട്ടെ, ധർമ്മരാജാവ് അതനുസരിച്ച് ധർമ്മം നടപ്പിലാക്കി എന്നെ ഇനിയും ഒരു ശരീരത്തിനുടമയാക്കി മാറ്റരുതേ എന്നാണ് ഇവിടെ അടുത്ത വരികളിലായിക്കൊണ്ട് ഭഗവാനോട് യാചിക്കുകയാണ് ഗ്രന്ഥകർത്താവ് ചെയ്യുന്നത്. എന്താ യാചനയാണ് അവിടെ? എൻ പക്കലുള്ള ദുരിതം പാർത്തു കാണും അളവമ്പൂരു ഹാഷ തുണ നാരായണായ നമ. അങ്ങെനിക്കൊരു തുണ നൽകണേ, സഹായം. ഇവിടെ തുണ എന്ന വാക്കിന് അഭയം, സഹായം, രക്ഷണം എന്നൊക്കെയാണ്
അപ്പോൾ എന്ത് അഭയമാണ് എനിക്ക് നൽകേണ്ടതങ്ങ് എന്തൊക്കെയാണ്? എൻ പക്കലുള്ള ദുരിതം പാർത്തു കാണുമള അമ്പോരു ഹാഷ തുണ നാരായണായ നമ. അല്ലയോ നാരായണ, എനിക്ക് വേണ്ട തുണ എന്തെന്ന് ഞാൻ പറയാം. എൻ പക്കലുള്ള, എൻ്റെ പക്കൽ, എൻ്റെ വകയായിട്ടുള്ള ദുരിതം. ഇവിടെ ദുരിതം എന്ന് വെച്ചാൽ പുണ്യപാപ ഫലം എന്നാണ് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഞാൻ പുണ്യം ചെയ്താലും എനിക്കിനി ജന്മമുണ്ട്, പാപം ചെയ്താലും എനിക്കിനി ജന്മമുണ്ട്. അപ്പോൾ പുണ്യം കൂടുതലാണെങ്കിൽ എനിക്ക് ഉയർന്ന ശരീരപ്രാപ്തി, പാപമാണ് കൂടുതലെങ്കിൽ നീച ശരീരപ്രാപ്തി, ദുഃഖ ശരീരപ്രാപ്തി. എന്തായാലും എനിക്ക് ശരീരം ഉറപ്പായിട്ടും ഉണ്ടാകും ഈ പുണ്യപാപത്തിൻ്റെ തോതനുസരിച്ച്. അതുകൊണ്ട് എൻ്റെ ഭഗവാനെ ഇതിനെ നിർവിശേഷമാക്കി തരണേ, പുണ്യത്തിനെയും പാപത്തിനെയും ഇല്ലാണ്ടാക്കി തരണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ആ തുണയാണ്, ആ ഒരു രക്ഷണമാണ് എനിക്ക് വേണ്ടത്. കാരണം പുണ്യം അനുഭവിക്കുവാൻ വേണ്ടി എനിക്ക് ശരീരം എടുക്കണ്ട, പാപം അനുഭവിക്കാൻ വേണ്ടിയും എനിക്ക് ശരീരമേ വേണ്ട. ശരീരമില്ലാത്ത ഒരു അവസ്ഥ, അതാണ് ആത്യന്തികമായ മോക്ഷം. അത് നൽകി എന്നെ അനുഗ്രഹിക്കണേ. അപ്പോൾ ചിത്രഗുപ്തൻ്റെ കണക്ക് ബുക്കിൽ നിന്നും എൻ്റെ പുണ്യപാപത്തിൻ്റെ അളവെല്ലാം മായ്ച്ചു കളയണേ. അമ്പോരു ഹാഷ, ഭഗവാനെ വിളിക്കുകയാണ്. അമ്പോരു ഹാഷ, അമ്പോരു ഹാഷ എന്ന് വെച്ചാൽ താമര ഇതൾ പോലെ മനോഹരമായ കണ്ണുകളുള്ളവനെ വിഷ്ണു ഭഗവാനെ എന്നാണ് ഇവിടെ എഴുത്തച്ഛൻ ഭഗവാനെ സ്തുതിക്കുന്നത്. അങ്ങയുടെ കണ്ണുകൾ താമര ഇതൾ പോലെയാണെന്ന്, അത്ര പെർഫെക്റ്റാണ് ആ കണ്ണുകളുടെ ഘടന, അത്ര മനോഹരമാണ് ആ കണ്ണുകൾ കാണാൻ. അതുകൊണ്ട് ഭഗവാനെ, അങ്ങയെ ഞാൻ അമ്പോരു ഹാഷൻ എന്ന് വിളിച്ച് സ്തുതിക്കുന്നു. അങ്ങ് എന്ത് ചെയ്യണം? എൻ്റെ ഈ ദുരിതമെല്ലാം കണ്ടിട്ട് ദുരിതം പാർത്തു കാണും അവൾ. അങ്ങ് എന്ത് ചെയ്യണം? എൻ്റെ വകയായിട്ടുള്ള ഈ ദുരിതങ്ങൾ നോക്കിക്കാണുമ്പോൾ, കണക്കാക്കുമ്പോൾ, അപ്പോൾ എന്ത് ചെയ്യണം? ചിത്രഗുപ്തൻ്റെ പുസ്തകത്തിൽ നിന്ന് എൻ്റെ ഈ കണക്ക് നീക്കി തരണേ, പുണ്യപാപത്തിൻ്റെ അളവ് അങ്ങ് മായ്ച്ചു തരണേ. അമ്പോരു ഹാഷ, ഭഗവാനെ നാരായണ, അങ്ങ് മാത്രമാണ് എനിക്ക് തുണ. അതിനായിക്കൊണ്ട്, ഈ തുണയ്ക്കായിക്കൊണ്ട് ഇനിയൊരു ജന്മമില്ലാത്ത മോക്ഷ അവസ്ഥയിലേക്ക് എന്നെ ഉയർത്തണേ. ആ തുണയ്ക്കായിക്കൊണ്ട് അങ്ങയെ ഞാൻ നമസ്കരിക്കുന്നു, എൻ്റെ നമസ്കാരം സ്വീകരിച്ചാലും എന്ന് പറയുകയാണ്. എൻ പാപമൊക്കെ അറിവാൻ ചിത്രഗുപ്തനുടെ സമ്പൂർണ്ണ ലേഖ്യമതു കേട്ടങ്ങു ധർമ്മപതി. എൻ പക്കലുള്ള ദുരിതം പാർത്തു കാണുമള അമ്പോരു ഹാഷ തുണ നാരായണായ നമ. ഇനി ആ പാഠഭേദ രീതിയിലും കൂടെ നമുക്കൊന്ന് പാരായണം ചെയ്യാം. എൻ പാപമൊക്കെ അറിവാൻ ചിത്രഗുപ്തനുടെ സമ്പൂർണ്ണ ലിഖ്യതഗിതം കേട്ടു ധർമ്മപതി. എൻ പക്കലുള്ള ദുരിതം പാർത്തു കാണുമള അമ്പോരു ഹാഷ തുണ നാരായണായ നമം. നാരായണായ നമ, നാരായണായ നമ, നാരായണായ നമ, നാരായണായ നമ. നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമ. നമുക്കിനി അടുത്ത ശ്ലോകത്തിലേക്ക് പ്രവേശിക്കാം. 12ാമത്തെ ശ്ലോകം. എഴുത്തച്ഛൻ ഹരിനാമകീർത്തനം എന്ന ഗ്രന്ഥത്തിൽ 12ാം ശ്ലോകത്തിൽ എന്താണ് നമ്മളോട് പറയുന്നതെന്ന് നമുക്ക് ശ്രദ്ധിക്കാം. നക്ഷത്രപംക്തികളും ഇന്ദുപ്രകാശവും ഒളിക്കും ദിവാകരൻ ഉദിച്ചങ്ങുയർന്നളവിൽ പക്ഷീഗണം
ഗരുഡനെ കണ്ട് കൈ തൊഴുതു. രക്ഷിക്ക എന്നടി, രക്ഷിക്ക എന്നിടുമേ, രക്ഷിക്ക എന്നിടുമേ നാരായണായ നമ. ഇങ്ങനെയാണ് 12ാമത്തെ ശ്ലോകം. നക്ഷത്രപംക്തികളുമിന്ദു പ്രകാശവുമൊളിക്കും ദിവാകരനുദിച്ചങ്ങുയർന്നളവിൽ പക്ഷീഗണം ഗരുഡനെ കണ്ടു കൈതൊഴുതു രക്ഷിക്ക എന്നിടുമേ നാരായണായ നമ. നക്ഷത്രപംക്തികളുമിന്ദു പ്രകാശവുമൊളിക്കും ദിവാകര ഉദിച്ചങ്ങുയർന്നളവിൽ പക്ഷീഗണം ഗരുഡനെ കണ്ടു കൈതൊഴുതു രക്ഷിക്ക എന്നിടുമേ നാരായണായ നമ. നാരായണായ നമ, നാരായണായ നമ, നാരായണായ നമ, നാരായണായ നമ. നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമ. എഴുത്തച്ഛൻ നമ്മളോട് പറയുകയാണ്, നക്ഷത്രപംക്തികളും, നക്ഷത്രപംക്തികൾ അതായത് നക്ഷത്രങ്ങളുടെ പംക്തി, പംക്തി എന്ന് വെച്ചാൽ കൂട്ടം, ധാരാളം നക്ഷത്രങ്ങൾ, ഈ നക്ഷത്ര രാശികളെല്ലാവരും. പിന്നെ അടുത്തത് പറയുകയാണ് ഇന്ദു പ്രകാശം. ഇന്ദു എന്നാൽ ചന്ദ്രൻ്റെ പര്യായമാണ് അല്ലേ, ഇന്ദു പ്രകാശവും അല്ലേ. ഇന്ദുചൂടൻ എന്ന് കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ, ഭഗവാൻ ശിവൻ്റെ പര്യായമാണ് ഇന്ദുചൂടൻ എന്ന് വെച്ചാൽ, അതായത് ചന്ദ്രനെ ചൂടിയവൻ, നെറുകയിൽ ചൂടിയവൻ എന്നതാണ് ആ വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ ഇന്ദു എന്നാൽ ചന്ദ്രൻ, ഇന്ദു പ്രകാശം എന്ന് വെച്ചാൽ ചന്ദ്രൻ്റെ പ്രകാശം, ചന്ദ്രൻ്റെ ആ ഒരു പ്രകാശകിരണങ്ങൾ ഒളിക്കും. നക്ഷത്രപംക്തികളും ഇന്ദു പ്രകാശവും ഒളിക്കും ദിവാകരനുദിച്ചങ്ങുയർന്നളവിൽ. ഒളിക്കും, ഒളിക്കും എന്ന് വെച്ചാൽ മറയും. ദിവാകരനുദിച്ച് അതായത് നക്ഷത്രങ്ങളും ചന്ദ്രനുമൊക്കെ സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ പിന്നെ അവയെല്ലാം മറഞ്ഞു പോകും. എത്ര വലിയ പൂർണ്ണചന്ദ്രനാണെങ്കിലും ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് നക്ഷത്രങ്ങളാണ്, അവരുടെ പംക്തി, അവരുടെ കൂട്ടമാണെങ്കിൽ പോലും സൂര്യൻ്റെ പ്രകാശം തട്ടിയാൽ പിന്നെ അവർക്ക് നിലനിൽപ്പില്ല, അവർ മറഞ്ഞു പോകും. സൂര്യൻ്റെ പ്രകാശം ഇതിൻ്റെ 10 മടങ്ങാണ്. അപ്പോൾ സൂര്യൻ ഉദിച്ച, ദിവാകരൻ സൂര്യൻ്റെ പര്യായം, ഉദിച്ചങ്ങ് ഉയർന്നളവിൽ, സൂര്യൻ ഉദിച്ചുയരുമ്പോൾ ഇവയ്ക്കൊന്നും പിന്നെ നിലനിൽപ്പില്ല എന്ന് പറയുകയാണ്. അപ്പം ഇവിടെ ഭഗവാനെയാണ് സൂര്യനോട് ഉപമിക്കുകയാണ്. അല്ലയോ നാരായണ, അങ്ങ് സൂര്യനാകുന്നു. സൂര്യൻ്റെ ദേവതകളിൽ ഏറ്റവും പ്രകാശപൂരിതമായവൻ സൂര്യനാണ്. പരമാത്മാവിൻ്റെ തന്നെ പ്രത്യക്ഷ സ്വരൂപമാണ് സൂര്യൻ. ആ സൂര്യൻ അങ്ങോട്ട് പ്രകാശിച്ചു കഴിഞ്ഞാൽ, സൂര്യൻ്റെ കിരണം വ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ എത്ര ഭംഗിയുള്ള നക്ഷത്രങ്ങളാണെങ്കിലും, എത്ര പൂർണ്ണചന്ദ്രനാണെങ്കിൽ പോലും അതിന് പിന്നെ അസ്തിത്വമുണ്ടാവില്ല, നിലനിൽപ്പുണ്ടാവില്ല. അതാണ് അല്ലയോ ഭഗവാനെ, അങ്ങേ ഞാൻ സൂര്യൻ്റെ ആ ഉദിച്ചു വരുന്ന പ്രകാശത്തിനോട്, സൂര്യദേവനോട് ഉപമിക്കുകയാണ്. അങ്ങ് ഉദിച്ചു കഴിഞ്ഞാൽ, അതായത് അങ്ങ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്നിൽ ഉള്ള പുണ്യപാപങ്ങളെല്ലാം നശിച്ചോളും, എൻ്റെ പ്രാരബ്ധങ്ങളെല്ലാം, എൻ്റെ അജ്ഞാനമെല്ലാം നശിച്ചു പൊക്കോളും എന്ന് ഇവിടെ പറയുകയാണ്. അടുത്ത ഉപമ എന്തെന്ന് നോക്കാം. പക്ഷീഗണം ഗരുഡനെ കണ്ട് കൈതൊഴുത് രക്ഷിക്ക എന്നിടുമോ. അതായത് പക്ഷികൾ, പക്ഷികളുടെ ഗണം, ഗണം എന്ന് വെച്ചാൽ കൂട്ടം, ധാരാളം പക്ഷികൾ, അത് പല പല രീതിയിലുള്ള പല പല വർഗത്തിൽപ്പെട്ട പക്ഷികളൊക്കെ കൂട്ടം കൂട്ടമായിട്ട്, ഇപ്പം കാക്കയായിക്കോട്ടെ, തത്തയായിക്കോട്ടെ, മൈന ആയിക്കോട്ടെ, ഇവരൊക്കെ
കൂട്ടം കൂട്ടമായിട്ട് ഇരുന്നാൽ ആയിരക്കണക്കിന് ഈ വിവിധങ്ങളായ പക്ഷികളുടെ കൂട്ടം ഇരുന്നാലും അവരെക്കാളുമൊക്കെ ശക്തിയുള്ള ആളാരാണ്? ഗരുഡൻ. ഗരുഡനെ കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 1,00,000 പക്ഷികൾ കൂട്ടത്തോടെ ഇരിക്കുകയാണ്. അവരുടെ കൂട്ടത്തിലേക്ക് ഒരു ഗരുഡൻ വന്നാൽ അവരെന്താ ചെയ്യുന്നത്? കൈ തൊഴുതു, കൈകൾ കൂപ്പിക്കൊണ്ട് രക്ഷിക്കുക എന്നിടുമേ, ഞങ്ങളെ രക്ഷിക്കണേ എന്ന് കാരണം അവരുടെയൊക്കെ നേതാവ് ഗരുഡനാണ്. അപ്പോൾ പക്ഷികൾക്കറിയാം ഞങ്ങൾ എത്ര കൂട്ടത്തോടു കൂടി ഇരുന്നാലും ഞങ്ങളെക്കാളും ശക്തൻ ഗരുഡനാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഗരുഡനാണ് ആശ്രയം. ഞങ്ങളുടെ നേതാവ്, നായകൻ ഗരുഡനാണ് പക്ഷികളുടെ. അതുകൊണ്ട് ഗരുഡനെ കണ്ടാൽ ഈ കൂട്ടത്തോടു കൂടിയിരിക്കുന്ന പക്ഷികളൊക്കെ നമസ്കരിക്കുമെന്ന്, അവർക്ക് അഭയം തരണേ എന്ന് പ്രാർത്ഥിക്കുമെന്ന്. അതുപോലെ തന്നെ ഭഗവാനെ എനിക്കും അങ്ങ് അഭയം തരണേ. എൻ്റെ നേതാവ് ഇവിടെ ഭഗവാൻ നാരായണനാണ്. അപ്പോൾ ഇവിടെ ഞാൻ നാരായണനെ ഗരുഡനോട് ഉപമിക്കുകയാണ്. അപ്പോൾ ആ ഗരുഡനായി വന്ന് ഞാൻ ഏതു കൂട്ടത്തിലിരുന്നാലും അങ്ങ് മാത്രമാണ് എനിക്ക് ആശ്രയമായിട്ടുള്ളത്, അങ്ങനെ രക്ഷിക്കണേ നാരായണ എന്ന് പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഭഗവാനെ ഇവിടെ 2 സ്വഭാവത്തോടുകൂടി ഉപമിക്കുകയാണ്. ഒന്ന് സൂര്യനോട് ഉപമിക്കുന്നു, മറ്റൊന്ന് ഗരുഡനോട് ഉപമിക്കുന്നു. അപ്പോൾ സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ മറ്റ് അജ്ഞാനമെല്ലാം, ചെറിയ ചെറിയ നക്ഷത്രങ്ങളെല്ലാം നശിക്കും. അതുപോലെ ഗരുഡൻ വന്നു കഴിഞ്ഞാൽ എത്ര വലിയ പക്ഷിയാണെങ്കിലും, എത്ര കൂട്ടത്തോടു കൂടിയിരിക്കുന്ന പക്ഷികളാണെങ്കിലും അവരും ഗരുഡനെ കണ്ടാൽ ഭയക്കും. കാരണം ഏറ്റവും പക്ഷിരാജനാണ് ഗരുഡൻ. ഏറ്റവും ഉയരത്തിൽ പറക്കുവാനും എത്ര ഉയരത്തിൽ പറന്നാലും താഴെയുള്ള ഒരു അണുവിനെ പോലും കാണുവാനുള്ള കണ്ണിനും ഉടമയാണ് ഗരുഡൻ. അപ്പോൾ ഭഗവാനെ ആ ഗരുഡനോട് ഉപമിക്കുകയാണ്. അപ്പോൾ അങ്ങയെ കാണുമ്പോൾ പക്ഷികൾ ഗരുഡനെ കാണുമ്പോൾ നമസ്കരിക്കുന്നത് പോലെ ഞാനും അങ്ങയെ നമസ്കരിക്കുന്നു. ആ സൂര്യകിരണം കൊണ്ട് എൻ്റെ അജ്ഞാനത്തിനെയും അങ്ങ് നശിപ്പിച്ചു തരണേ അല്ലയോ നാരായണ, അതിനായിക്കൊണ്ട് അങ്ങേക്ക് എൻ്റെ നമസ്കാരം എന്ന് പറയുകയാണ് ചെയ്യുന്നത്. നമുക്കൊന്നുകൂടെ ചൊല്ലാം. നക്ഷത്രപംക്തികളും ഇന്ദുപ്രകാശവും ഒളിക്കും ദിവാകരനുദിച്ചങ്ങുയർന്നളവിൽ പക്ഷിഗണം ഗരുഡനെ കണ്ടു കൈതൊഴുതു രക്ഷിക്കയെന്നിടുമേ നാരായണായ നമ. നാരായണായ നമ, നാരായണായ നമ, നാരായണായ നമ, നാരായണായ നമ. നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമ. നമുക്ക് അടുത്ത ശ്ലോകത്തിലേക്ക് പോകാം. 13ാമത്തെ ശ്ലോകം. ഹരിനാമ കീർത്തനത്തിൽ എഴുത്തച്ഛൻ എന്താണ് അടുത്ത ശ്ലോകത്തിൽ നമ്മളോട് വർണ്ണിക്കുന്നതെന്ന് ശ്രദ്ധിക്കാം. അല്ലയോ നാരായണ, ഞാൻ അങ്ങയെ വീണ്ടും നമസ്കരിക്കുന്നു. എന്തൊക്കെ വിശേഷണമാണ് ആ നമസ്കാരത്തിൽ അർപ്പിക്കുന്നതെന്ന് നോക്കാം. മത്പ്രാണനും പരനും ഒന്നൊന്നുരപ്പവന് തൽപ്രാണദേഹവും അനിത്യം കളത്രധനം സ്വപ്നാദിയിൽ പലവു കണ്ടിട്ടുണർന്നവനോട് ഒപ്പം ഗ്രഹിക്ക ഹരി നാരായണായ നമ. നമുക്കൊന്ന് പാരായണം ചെയ്യാം. മത്പ്രാണനും പരനും ഒന്നൊന്നുരപ്പവനു തൽപ്രാണദേഹവും അനിത്യം കളത്രധനം സ്വപ്നാദിയിൽ പലവു കണ്ടിട്ടുണർന്നവനോടൊപ്പം ഗ്രഹിക്ക ഹരിനാരായണായ നമ. മൽപ്രാണനും പരനും ഒന്നൊന്നുരപ്പവനു തൽപ്രാണദേഹവും അനിത്യം കളത്രധനം സ്വപ്നാദിയിൽ പലവു കണ്ടിട്ടുണർന്നവനോടൊപ്പം
നാരായണനോടൊപ്പം ഗ്രഹിക്ക ഹരിനാരായണായ നമ. അല്ലയോ നാരായണ, ഞാൻ അങ്ങയെ വീണ്ടും നമസ്കരിക്കുന്നു. എഴുത്തച്ഛൻ്റെ ആ ഭയഭക്തി ബഹുമാനമെല്ലാം ഇത്ര വർണ്ണന ഭഗവാൻ അർപ്പിച്ചിട്ടും അദ്ദേഹത്തിന് മതിയാവുന്നില്ല. ഈ പദ്യത്തിൽ എന്താണ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. മത് പ്രാണനും, മത് എൻ്റെ, മമ എൻ്റെ, പ്രാണനും എൻ്റെ പ്രാണനും, പരനും, മത് പ്രാണനും പരനും പരമാത്മാവും. പരനെന്ന് വെച്ചാൽ ഇവിടെ ഭഗവാൻ നാരായണനെ തന്നെ വിശേഷിപ്പിക്കുകയാണ്. അല്ലയോ ഭഗവാനെ, എൻ്റെ പ്രാണനും അങ്ങ് പരമാത്മാവും, ഒന്നൊന്നുരപ്പവന്, അതായത് ഒന്ന് തന്നെയാണ് എന്നുള്ള ദൃഢബോധമുള്ളവൻ. അതാണ് ഒന്നൊന്നുരപ്പവന് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക. അപ്പോൾ ആരാണോ പരമാത്മാവ് വേറെയല്ല, എന്നിൽ കുടിയിരിക്കുന്ന പ്രാണശക്തി വേറെയല്ല, അല്ലേ? പ്രാണനുണ്ടെങ്കിലേ നമ്മൾക്ക് നിലനിൽപ്പുള്ളൂ. ഞാനുണ്ട് എന്നെനിക്ക് പറയാൻ സാധിക്കും. അപ്പോൾ എൻ്റെ ശരീരം മുഴുവൻ സർവവ്യാപിയായി എൻ്റെ ഇന്ദ്രിയങ്ങളും എൻ്റെ സർവ്വ അംഗങ്ങളിലും വ്യാപിച്ചിരിക്കുന്നത് ഭഗവാനാണ്. ഈ സർവ്വ അംഗങ്ങളും എങ്ങനെ പ്രവർത്തിക്കുന്നു? നമ്മൾ ഉച്ഛ്വാസ നിശ്വാസ പ്രക്രിയ നടത്തുന്നത് കൊണ്ടാണ്, അല്ലേ? അപ്പോൾ ഈ പ്രാണന പ്രക്രിയ നടത്തുന്നത് ആരുടെ സഹായം കൊണ്ടാണ്? ആരാണ് പ്രാണരൂപത്തിലിരിക്കുന്നത്? പരനാകുന്നു. അല്ലയോ ഭഗവാനെ, പരമാത്മസ്വരൂപ അങ്ങ് തന്നെയാകുന്നു. അപ്പോൾ ഭഗവാനെ, അങ്ങാണ് പ്രാണന പ്രക്രിയ നടത്തുന്നത്, അങ്ങാണ് പ്രാണരൂപത്തിലിരിക്കുന്നത്, അങ്ങാണ് പ്രാണരൂപത്തിൽ സർവവ്യാപിയായി എൻ്റെ ശരീരം മുഴുവൻ കുടികൊള്ളുന്നത് എന്ന് ആർക്ക്? എനിക്ക് മാത്രമല്ല, എഴുത്തച്ഛൻ നമ്മളോടും കൂടെ പറയുകയാണ്. അദ്ദേഹത്തിന് മാത്രമല്ല, ഒന്നൊന്നുരപ്പവന്, ആരാണോ അങ്ങനെ ദൃഢബോധത്തോടു കൂടി, ഉറച്ച ബോധത്തോടു കൂടി ജീവിക്കുന്നത് അവർക്കൊക്കെ തത്പ്രാണദേഹവും അനിത്യം കളത്രധനം, അവൻ്റെ ഈ പ്രാണൻ കൊണ്ട് പ്രവർത്തിക്കുന്ന ഈ ദേഹം, അതാണ് തത്പ്രാണദേഹവും. അവൻ്റെ ഈ ദേഹം, എങ്ങനെ ദേഹം പ്രവർത്തിക്കുന്നു? പ്രാണനാൽ പ്രവർത്തിക്കുന്നു. അപ്പോൾ ഭഗവാനാണ് പ്രാണരൂപത്തിൽ എന്നിൽ പ്രവർത്തിക്കുന്നത്. ഈ ദേഹം അതുകൊണ്ട് എൻ്റെ സ്വന്തമല്ല. പ്രാണനുണ്ടെങ്കിലേ ഈ ദേഹിയായ ഞാനുള്ളൂ, അല്ലെങ്കിൽ എൻ്റെ ഈ ദേഹമുള്ളൂ, എൻ്റെ ഈ ശരീരമുള്ളൂ. അതുകൊണ്ട് ഈ ദേഹമുണ്ടെങ്കിലേ, ശരീരമുണ്ടെങ്കിലേ ആരൊക്കെ ഉള്ളൂ? കളത്രധനം, കളത്രങ്ങൾ, ധനം, ഇവയെല്ലാം ഉള്ളൂ. അപ്പോൾ കളത്രം എന്ന് വെച്ചാൽ ഭാര്യ, ധനം, പുത്രന്മാർ, പുത്രിമാർ, കുടുംബം, ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, സർവരും. ആരൊക്കെയാണോ എനിക്ക് ബന്ധുമിത്രാദികളും ശത്രുക്കളൊക്കെ ആയിട്ടുള്ളത് അവരെല്ലാവരും ഉണ്ട്. അവരെയൊക്കെ ഞാൻ അറിയുന്നു, ധനം അനുഭവിക്കുന്നു, ധനം സമ്പാദിക്കാൻ സാധിക്കുന്നു, അല്ലേ? ഭാര്യയുടെ സ്നേഹം ഞാൻ അനുഭവിക്കുന്നു, പുത്രന്മാരുടെ സ്നേഹം ഞാൻ അനുഭവിക്കുന്നു, അല്ലെ ദുഃഖം ഞാൻ അനുഭവിക്കുന്നു. ഇതൊക്കെ എനിക്ക് അനുഭവിക്കാൻ സാധിക്കുന്നത് എന്തുകൊണ്ടാണ്? എൻ്റെ ഈ ശരീരത്തിൽ പ്രാണനുള്ളത് കൊണ്ടാണ്. ഈ പ്രാണൻ എൻ്റെ സ്വന്തമല്ല, പരമാത്മാവിൻ്റെ സ്വന്തമാണ്. അതുകൊണ്ട് ഈ ശരീരം എൻ്റെ സ്വന്തമല്ലാത്തത് കൊണ്ട് ഈ ശരീരം കൊണ്ട് ഞാൻ അനുഭവിക്കുന്നതെല്ലാം കളത്ര, പുത്ര, ബന്ധുജന ബാന്ധവന്മാരെല്ലാവരും അനിത്യമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ആര് മനസ്സിലാക്കുന്നുവോ അവർ ദൃഢബോധമുള്ളവരാണ്. ഞാൻ മനസ്സിലാക്കുന്നു ഭഗവാനെ, അനിത്യം കളത്രത, ഇവരൊക്കെ അനിത്യമാണ്. എൻ്റെ ശരീരം അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ, എൻ്റെ ശരീരത്തിൽ നിന്നും പ്രാണൻ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഇവരാരും എൻ്റെ സ്വന്തമായിട്ടില്ല. അതുകൊണ്ട് ഇവരൊക്കെ വെറും നിത്യമല്ലാത്തതാണ് എന്ന ബോധം ഉണ്ടാകുന്നു. തൽപ്രാണദേഹവും അനിത്യം കളത്രധനം, സ്വപ്നാദിയിൽ പലവു കണ്ടിട്ടുണർന്നവനോടൊപ്പം ഗ്രഹിക്ക ഹരിനാരായണായ നമ. ഇത് വെറും സ്വപ്നമാണ് ഭഗവാനെ, അനിത്യം, അല്ലേ? സ്വപ്ന ആദിയിൽ, അതായത് ഈ ഞാനൊരു സ്വപ്നം കാണുന്നത് പോലെയാണ് എന്ന് ആര് മനസ്സിലാക്കും, അല്ലേ? നമ്മൾ സ്വപ്നം പലതും കാണും.
പല ഒരു ബന്ധവുമില്ലാത്ത കാര്യങ്ങൾ, നമുക്ക് അറിഞ്ഞൂടാത്ത ദേശം, അറിഞ്ഞൂടാത്ത വ്യക്തികളെയൊക്കെ സ്വപ്നം കാണുന്നു. ചിലപ്പോൾ നമ്മൾ ചിരിക്കുന്നു, ചിലപ്പോൾ കരയുന്നു, ചിലപ്പോൾ ഭയപ്പെട്ട് എഴുന്നേൽക്കുന്നു. അതിനുശേഷം നമ്മൾക്ക് മനസ്സിലാവും ഇത് വെറും സ്വപ്നമാണ്, ഞാൻ ഭയപ്പെടേണ്ട, ദുഃഖിക്കേണ്ട, സന്തോഷിക്കേണ്ട എന്നെല്ലാം സ്വപ്നത്തിൽ നിന്ന് ഉണരുമ്പോൾ നമ്മൾ മനസ്സിലാക്കും. അത് അനിത്യമാണ് എന്ന് നമ്മൾ തിരിച്ചറിയും സ്വപ്നത്തിൽ നിന്ന് ഉണരുമ്പോൾ. അതുപോലെ തന്നെ ഈ സ്വപ്നത്തിൽ നമ്മൾ പലത് കണ്ടിട്ട് ഉണർന്നെഴുന്നേൽക്കുന്നത് പോലെ, സുബോധ അവസ്ഥയിലേക്ക് തിരിച്ചു വരുന്നത് പോലെ, അതുപോലെ തന്നെ ആയിരിക്കണം ഈ കളത്രധനങ്ങളെല്ലാം അനിത്യമാണ്. ഇതെനിക്ക് ശരീരത്തിൽ പ്രാണനുണ്ടെങ്കിലേ ഇവരെയൊക്കെ ഞാൻ അറിയുന്നുള്ളൂ, ഇവരുടെ സാമീപ്യം അനുഭവിക്കുന്നുള്ളൂ, ഇവരിലൂടെ സുഖദുഃഖം ഞാൻ അനുഭവിക്കുന്നുള്ളൂ. അതുകൊണ്ട് ഈ ശരീരം എൻ്റെ സ്വന്തമല്ല, പ്രാണനുണ്ടെങ്കിലേ സ്വന്തമായിട്ടുള്ളൂ, പ്രാണൻ പരമാത്മാവാകുന്നു. അപ്പോൾ ഭഗവാന്റെ കാരുണ്യം കൊണ്ടാണ് ഞാൻ ഈ ശരീരത്തോടു കൂടി നിലനിൽക്കുന്നത്. അതുകൊണ്ട് ഭഗവാനെ, ഇത് എൻ്റെ അല്ല, അങ്ങയുടെയാണ് എന്ന് ആര് തിരിച്ചറിയുന്നു, സ്വപ്നത്തിൽ നിന്നും ഉണർന്നു വരുന്ന സുബോധാവസ്ഥയിലേക്ക് തിരിച്ചു വരുന്നത് പോലെ ഈ അനിത്യമായ ശരീരത്തിലും അനിത്യമായ ലോകത്തിൽ നിന്നും ആരാണോ നിത്യത്തിലേക്ക്, ഭഗവാനിലേക്ക് ഉണർന്നു വരുന്നത്, മടങ്ങി വരുന്നത്, അവർ മുക്തരാകുന്നു, അവർ ഗ്രഹിക്കും. അവർ കണ്ടിട്ടുണർന്നവനോടൊപ്പം ഗ്രഹിക്കുക. അവർ സ്വപ്നത്തിൽ കണ്ടിട്ട് സത്യമല്ല എന്ന് മനസ്സിലാക്കി മടങ്ങി വരുന്നവർ അറിയും, ഗ്രഹിക്കുക, അറിയുക. അവർ അറിയും ഇത് അനിത്യമാണ് എന്ന്. അപ്പോൾ ഭഗവാനെ ഞാനും മനസ്സിലാക്കുന്നു, ഞാൻ ഈ മഹാനാടകത്തിൽ, മഹാപ്രപഞ്ചത്തിലെ ഒരു നാടക അഭിനയിക്കുകയാണ്. അതിലെ ഒരു വേഷം മാത്രമാണ് ഞാൻ. ഇതൊന്നും എൻ്റെ സ്വന്തമല്ല. ഈ പ്രപഞ്ചമോ എൻ്റെ ശരീരമോ ഈ ശരീരം കൊണ്ട് ഞാൻ നേടിയെടുത്ത സർവ്വമോ എൻ്റെ സ്വന്തമല്ല എന്ന് ഞാൻ സ്വപ്നത്തിൽ നിന്നും ഉണർന്നു വന്ന ഒരു കുട്ടിയെപ്പോലെ ഞാൻ സ്വബോധം കൊണ്ട് മനസ്സിലാക്കുന്നു. എനിക്ക് മനസ്സിലായി ഭഗവാനെ, അതുകൊണ്ട് അങ്ങ് മാത്രമാണ് ആശ്രയം. ഈ പ്രാണരൂപത്തിൽ അങ്ങ് എന്നിൽ നിൽക്കുന്നതിന് അങ്ങക്ക് ഞാൻ കോടിക്കോടി പ്രണാമം, നമസ്കാരം അർപ്പിക്കുന്നു. അല്ലയോ ഹരി നാരായണ, അങ്ങൻ്റെ നമസ്കാരത്തെ സ്വീകരിച്ചാലും എന്ന് പറയുകയാണ്. മത്പ്രാണനും പരനുമൊന്നന്നുരപ്പവനു തൽപ്രാണദേഹവും അനിത്യം കളത്രധനം. സ്വപ്നാദിയിൽ പലവു കണ്ടിട്ടുണർന്നവനോടൊപ്പം ഗ്രഹിക്ക ഹരി. നാരായണായ നമഃ, നാരായണായ നമഃ, നാരായണായ നമഃ, നാരായണായ നമഃ, നാരായണായ നമഃ. നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി. നാരായണായ നമഃ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. എല്ലാ സജ്ജനങ്ങൾക്കും സാദര പ്രണാമം. ബാക്കിയുള്ള ശ്ലോകങ്ങളുടെ വ്യാഖ്യാനം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. നമസ്തേ. ഹരി ഓം.